ഹായ്, വെൽക്കം ബാക്ക്. DSPയുടെ പുതിയ ലെക്ചറിലേക്ക് സ്വാഗതം. 4th മൊഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക്കായിട്ടുള്ള മൾട്ടി റേറ്റ് DSP ആണ് നമ്മൾ ഈ ലെക്ചറിൽ കാണാൻ പോകുന്നത്. സോ മൾട്ടി റേറ്റ് DSP എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമ്മൾ മൾട്ടി റേറ്റ് DSP ഇൻ ടൈം ഡൊമൈനും അതുപോലെ തന്നെ ഫ്രീക്വൻസി ഡൊമൈനും നമ്മൾ കാണുന്നുണ്ട്. സോ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ അറ്റ് ഡിഫറെൻറ്റ് സാമ്പിളിംഗ് റേറ്റ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് സിസ്റ്റം ഈസ് കോൾഡ് മൾട്ടി റേറ്റ്. അതായത് നമുക്ക് കിട്ടിയിട്ടുള്ള ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലിൻ്റെ സാമ്പിളിംഗ് റേറ്റിനെ ചേഞ്ച് ചെയ്തിട്ട് അതിനെ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് മൾട്ടി റേറ്റ് ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് എന്ന് പറയാം. നമ്മളുടെ കയ്യിലുള്ളതിനെ നമുക്ക് രണ്ട് രീതിയിൽ മൾട്ടി റേറ്റ് ചെയ്യാം. അപ്പ് സാമ്പിളിംഗ് ആയിട്ടും മറ്റൊന്ന് ഡൗൺ സാമ്പിളിംഗ് ആയിട്ടും. അതായത് ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് എ സിഗ്നൽ ഫ്രം വൺ സാമ്പിൾ റേറ്റ് ടു അനദർ സാമ്പിളിംഗ് ആർ ഓഫ് ടു ടൈപ്സ്, ഡൗൺ സാമ്പിളിങ്ങും അപ്പ് സാമ്പിളിംഗ്. ഡൗൺ സാമ്പിളിങ്ങിനെ നമ്മൾ ഡെസിമേഷൻ എന്നും പറയാറുണ്ട്, അപ്പ് സാമ്പിളിങ്ങിനെ ഇൻറ്റർപൊളേഷൻ എന്നും പറയാറുണ്ട്. ഓക്കെ, സോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഫസ്റ്റ് നമുക്ക് ഡൗൺ സാമ്പിളിംഗ് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. സോ ഡൗൺ സാമ്പിളിംഗ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്. ഇറ്റ്സ് എ പ്രോസസ് ഓഫ് റെഡ്യൂസിങ് ദ സാമ്പിളിംഗ് റേറ്റ് ബൈ എൻ ഇൻറ്റിജർ ഫാക്ടർ ഡി ഓർ എം. നമ്മൾ ഡൗൺ സാമ്പിളിംഗ് ചെയ്യുന്നതിൻ്റെ ഫാക്ടറായിട്ട് ഡി ആയിട്ടോ അല്ലെങ്കിൽ എം ആയിട്ടോ നമ്മളതിനെ represent ചെയ്യും. Down sample signal of x of n can be obtained by simply keeping every mth sample and removing m-1 in between sample. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള സീക്വൻസിനെ നമ്മൾ ഡൗൺ സാമ്പിൾ ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ ലെങ്ത് കുറയ്ക്കുക എന്നുള്ളതാണ് മീനിങ് പറയുന്നത്. സോ അത് എങ്ങനെ ഡൗൺ സാമ്പിൾ ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു എം എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുള്ള ഒരു ഇൻറ്റിജർ ഫാക്ടർ വെച്ചിട്ടാണ്. ഓക്കെ, സോ നമുക്കതിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം ഈ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം. എക്സ് ഓഫ് എൻ എന്ന് പറയുന്ന ഇൻപുട്ട് സിഗ്നലാണ്, ഡിസ്ക്രീറ്റ് സിഗ്നലാണ്. അതിനെ നമ്മൾ ഡൗൺ സാമ്പിൾ ചെയ്യുന്നത് ഈ രീതിയിലാണ്. എം എന്ന് പറയുന്ന ഒരു ഫാക്ടർ വെച്ചിട്ടാണ് ഡൗൺ സാമ്പിൾ ചെയ്യുക. സോ ഇതുപോലെ ഒരു ഡൗൺ ആരോ ആ ബ്ലോക്കിനകത്ത് നമ്മൾ കൊടുക്കും. എന്നിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്, ഈ ഫോമിലാണ് കിട്ടുക, എക്സ് ഓഫ് എം എൻ. സോ നമ്മൾ സിഗ്നൽസ് ആൻഡ് സിസ്റ്റം പഠിച്ച സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു, നമ്മൾ ഒരു ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലിനെ നമ്മൾ ഡൗൺ സാമ്പിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടൈം ഫാക്ടറിൻ്റെ കൂടെ ആ ഫാക്ടർ മൾട്ടിപ്ലൈ ചെയ്യുകയാണ് നമ്മളവിടെ ചെയ്യുക. അതായത് എം ഡൗൺ സാമ്പിൾ ചെയ്യുകയാണെങ്കിൽ എക്സ് ഓഫ് എൻ എന്നുള്ളത് എങ്ങനെ മാറും, എക്സ് ഓഫ് എം എൻ ആയിട്ട് മാറുകയാണ് അവിടെ ചെയ്യുക. സോ ഫോർ എക്സാമ്പിൾ നമ്മളൊരു സിമ്പിൾ ടൈം ഡൊമൈനിൻ്റെ എക്സ്പ്രഷൻ നമുക്കിവിടെ നോക്കാം. സപ്പോസ് എക്സ് ഓഫ് എൻ എന്ന് പറയുന്ന ഒരു സിഗ്നൽ നമുക്ക് ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. ഇതിനെ നമ്മൾ ഡൗൺ സാമ്പിൾ ചെയ്യണം ഫോർ എം ഇസ് ഈക്വൽ ടു 2. ഓക്കെ, 1 - 1 2 4 0 3 2 1 5 എന്ന് പറഞ്ഞ വാല്യൂസ് ആണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. ഇതിന് എം ഇസ് ഈക്വൽ ടു 2 വെച്ച് ഡൗൺ സാമ്പിൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് ടേം 1 എടുക്കുന്നു, എന്നിട്ട് m-1 ടേംസ് എടുക്കുകയാണ്. അത് നമ്മൾ റിമൂവ് ചെയ്യാണ് ചെയ്യുക. അതായത് ആദ്യം നമ്മൾ 1 എടുക്കുന്നു, അതിനുശേഷം m-1 സാമ്പിൾസ് കളയുകയാണ്. എം എന്ന് പറയുന്നത് നമുക്ക് 2 ആണല്ലോ. സോ 2 - 1 എന്ന് പറയുന്നത് 1 ആണ്. സോ ഈ -1 എന്ന് പറയുന്നത് നമ്മൾ ഒഴിവാക്കും. അതിനുശേഷം 2 എടുക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് m-1 സാമ്പിൾ എന്ന് പറയുന്നത് എന്താണ്, ദിസ് 4 സാമ്പിൾ ആണ്. ഓക്കെ, ദെൻ 0 എടുക്കുന്നു, അടുത്ത സാമ്പിൾ എന്ന് പറയുന്നത് 3 ആണ്, അതെടുക്കും, അത് ഒഴിവാക്കുന്നു. അടുത്ത സാമ്പിൾ 2 ആണ്, അതെടുക്കും. ദെൻ 1 എന്ന് പറയുന്നത് ഒഴിവാക്കുകയാണ് ചെയ്യുക. സോ നമുക്ക് ഫൈനലി കിട്ടുന്നത് എന്താണ്, 1 2 0 2 5 എന്ന് പറയുന്നിട്ടുള്ള സാമ്പിളാണ്. ഇതൊക്കെ നമ്മൾ റിജക്റ്റ് ചെയ്ത് കളഞ്ഞ സാമ്പിളുകളാണ്. സോ ഇത്രയും ലെങ്ത് ഉള്ള ഒരു സാധനത്തിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതുപോലെ ഡൗൺ സാമ്പിൾ ചെയ്ത് കൊണ്ടുവരികയാണ് ടൈം ഡൊമൈനിൽ നമ്മൾ ചെയ്യുന്നത്. ഇനി സപ്പോസ് നമുക്ക് തന്നിട്ടുള്ള ഈ എം എന്ന് പറയുന്നത് 3 ആയിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെ ഡൗൺ സാമ്പിൾ ആയതിനെ, ഇവിടെ നമുക്ക് 1 നമ്മൾ എടുത്തേനെ, ദെൻ 3 - 1 ആണ് വരിക. സോ 2 വരുന്ന സമയത്ത് ഈ രണ്ട് സാധനം നമ്മൾ റിജക്റ്റ് ചെയ്യും, എന്നിട്ട് 4 എടുക്കും. ഓക്കെ, അതിനുശേഷം ഈ രണ്ട് സാധനം കളയും, എന്നിട്ട് 2 എടുക്കും, അതിനുശേഷം ഈ രണ്ട് സാധനം കളയും. സോ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും, 1 4 2 ആയിരിക്കും. ഓക്കെ, സോ ഈ ഫോമിൽ നമ്മൾ ഡൗൺ സാമ്പിൾ ചെയ്യുകയാണ് ചെയ്യുക. സോ ഇങ്ങനെയാണ് നമ്മളൊരു ടൈം ഡൊമൈനിൽ നമുക്ക് തരുന്ന ഒരു സിഗ്നലിനെ ഡൗൺ സാമ്പിൾ ചെയ്യുക. നമുക്ക് ചിലപ്പോൾ 3 മാർക്സിനൊക്കെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസുകൾ. സോ അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ഈ കണ്ട ഡൗൺ സാമ്പിളിങ് നമുക്ക് മാറ്റ്ലാബിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. സോ മാറ്റ്ലാബിനകത്ത് ഈ ഡൗൺ സാമ്പിളിങ് എങ്ങനെയാണ് ചെയ്യുന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. സോ നമുക്ക് ഇവിടെ ഇപ്പോൾ തന്നിട്ടുള്ള സെയിം എക്സാമ്പിൾ തന്നെ നമുക്കിവിടെ ഒന്ന് നോക്കാം. സോ സപ്പോസ് എക്സ് ഇസ് ഈക്വൽ ടു, ഞാൻ ആ സീക്വൻസ് ഒന്ന് കൊടുക്കുകയാണ്. ദാറ്റ് ഈസ് 1 - -1 2 4 0 3 2 1 5.
ഓക്കെ. സോ എക്സ് എന്ന് പറയുന്ന വാല്യൂ ഇതാണ്. ദെൻ ഇനി നമ്മൾ ഡൗൺ സാമ്പിളിങ് ചെയ്യുകയാണ്. സോ ഡൗൺ സാമ്പിൾ എന്ന് തന്നെയാണ് നമുക്കിതിനകത്തുള്ള കീവേഡ്. അതിൽ എക്സ് ഞാൻ കൊടുക്കുകയാണ് ആൻഡ് ഡൗൺ സാമ്പിൾഡ് വിത്ത് 2. ഓക്കെ. സോ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കണ്ടിട്ടുള്ള 12025 ഇത് തന്നെയായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി ഇതേ സമയത്ത് ഞാൻ ഡൗൺ സാമ്പിൾ വിത്ത് 3 കൊടുക്കുകയാണെങ്കിൽ എനിക്ക് കിട്ടുന്നത് 142 ആയിരിക്കും. ഓക്കെ. സോ ഇങ്ങനെയാണ് നമ്മൾ മാറ്റ്ലാബിനകത്ത് ഈ ഡൗൺ സാമ്പിളിങ് ചെയ്യുന്നത്. ഇതിപ്പോൾ ടൈം ഡൊമെയിൻ്റെ കേസിലാണ്. ഇനി ഇതേ സമയത്ത് നമുക്ക് ഫ്രീക്വൻസി ഡൊമെയിനിലാണ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. സ്പെക്ട്രം ഓഫ് ഡൗൺ സാമ്പിൾഡ് സിഗ്നൽ ഈ ഒരു എക്സ്പ്രഷൻ്റെ ബേസിലാണ് നമ്മളത് ചെയ്യുക. അതായത് ഇഫ് ദ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ദ ഇൻപുട്ട് സിഗ്നൽ ഓഫ് എ ഡൗൺ സാമ്പിൾഡ് ഇൻ എക്സ് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ, ഇതാണ് നമ്മുടെ ഇൻപുട്ട് സിഗ്നൽ എന്ന് പറയുന്നത് ഇൻ ഫ്രീക്വൻസി ഡൊമെയിൻ. നമ്മൾ നേരത്തെ ചെയ്ത് ടൈം ഡൊമെയിനിലാണ്, ഇത് ഫ്രീക്വൻസി ഡൊമെയിനിലാണ്. ദെൻ ദ ഫോറിയർ ട്രാൻസ്ഫോം y ഓഫ് e raised to j omega of the output signal y of n is a sum of m uniformly shifted and stretched version of x of e raised to j omega scaled by a factor 1 by m. സോ ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം 1 by m എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് നേരെ പകുതിയാവുന്നുണ്ട്. നമ്മൾ m എന്ന് പറയുന്നത് 2 ആവുകയാണെങ്കിൽ 1 by 2 ആവും, m എന്ന് പറയുന്നത് 3 ആണെങ്കിൽ 1 by 3 ആവും. സോ ആ രീതിയിൽ റെഡ്യൂസ് ചെയ്ത് വരികയാണ് ചെയ്യുക. നമ്മൾ ഇതും ഓൾറെഡി സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിൽ പഠിച്ചിട്ടുണ്ട്. എൻ്റെ പ്രീവിയസ് വീഡിയോസിലൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. സോ ടൈം ഡൊമെയിനിൽ നമ്മൾ ഡൗൺ സാമ്പിൾ ചെയ്യുന്ന സമയത്ത് അത് ടൈം ഫാക്ടറിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ആണ് ചെയ്യുക. പക്ഷേ അതേ സമയത്ത് ഫ്രീക്വൻസി ഡൊമെയിനിലാണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് റെഡ്യൂസ് ചെയ്യുകയും അതുപോലെ തന്നെ അതിൻ്റെ ഷിഫ്റ്റിംഗ് അവിടെ നടക്കുകയാണ് ചെയ്യുക. ഓക്കെ. സോ ഫ്രീക്വൻസി ഡൊമെയിനിൽ എന്താണ് ബേസിക്കലി നടക്കുന്നത് എന്നുള്ളത് നമുക്കൊരു ജസ്റ്റ് പ്രോബ്ലം വെച്ചിട്ടൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: കൺസിഡർ എ സ്പെക്ട്രം ഓഫ് ഇൻപുട്ട് സിഗ്നൽ എക്സ് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ വിത്ത് എ ബാൻഡ് വിഡ്ത്ത് ഓഫ് -π/2 to π/2. സോ ഇവിടെ നമുക്കിവിടെ തന്നിട്ടുള്ള ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് -π/2 to π/2 ആണ്. ഈ ഒരു സ്പെക്ട്രം നമുക്ക് ഈ രീതിയിലാണ് തന്നിട്ടുള്ളത്. When the signal is downsampled by a factor of d, sketch the spectrum of a downsampled signal for sampling rate. നമുക്കിവിടെ 2 റിഡക്ഷൻ ഫാക്ടർ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 2 ആയിട്ടും 3 ആയിട്ടും. സോ ആദ്യം നമുക്ക് d = 2 വരുന്ന കേസിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സോ അതിനു മുമ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു എക്സ്പ്രഷൻ ജസ്റ്റ് നമുക്ക് നേരത്തെ തന്ന ഇക്വേഷനകത്തൊന്ന് കൊടുത്തു നോക്കാം. സോ നമുക്ക് d എന്ന് പറയുന്നത് 2 ആണ്, ഇവിടെ m അല്ലെങ്കിൽ d എന്നുള്ളതാണ്. സോ d നമുക്കിവിടെ 2 ആയിട്ടാണ് തന്നിട്ടുള്ളത്. സോ നമുക്ക് നമ്മുടെ ഇക്വേഷനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ m എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ നമ്മൾ 2 കൊടുക്കുകയാണ്. സോ നമ്മുടെ ഇക്വേഷനിൽ 1/m ആണ്, ഇവിടെ നമ്മൾ 2 കൊടുക്കുന്നു. ദെൻ k = 0 to m-1 ആണ്. സോ 2 - 1 1 ആണ് വരിക. ദെൻ x of e raised to j omega -2πk / m ആണ്, അവിടെയും നമ്മൾ 2 കൊടുക്കുന്നു. സോ ഈ ഇക്വേഷനാണ് നമുക്ക് കിട്ടുന്നത്. ഈ ഒരു സമ്മേഷൻ നമ്മളൊന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറും, ഈ രീതിയിലാണ് നമുക്ക് മാറുക. ദാറ്റ് ഈസ് 1/2 x of e raised to j omega. ഇവിടെ നമുക്ക് kക്ക് 0 വരും, സോ omega/2 വരും. ഇവിടെ നമുക്ക് kക്ക് 1 വരും, സോ 2π/2 ആണ് വരിക. ഓക്കെ. സോ നമുക്ക് 2 ടേംസുകളാണ്, അതായത് 2 ഫ്രീക്വൻസി ടേംസുകളാണ് ഇവിടെ കിട്ടുന്നത് അല്ലേ. സോ അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ d = 2 വരുന്ന സമയത്ത് നമ്മുടെ ബാൻഡ് വിഡ്ത്ത് എങ്ങനെയാണ് മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ d × ബാൻഡ് വിഡ്ത്ത് ആണ്. നമുക്കിവിടെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ് ടോട്ടൽ വരുന്നത്, -π/2 to π/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ എത്രയാണ്, ദിസ് ഈസ് π അല്ലേ. സോ d × π എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാല്യൂ എന്തായിട്ട് മാറും, d എന്ന് പറയുന്നത് 2 ആണ്. സോ ടോട്ടൽ 2π ആയിട്ടാണ് എന്ത് ചെയ്യുക, ഇത് സ്ട്രെച്ച് ചെയ്യുക. ഓക്കെ. സോ ബാൻഡ് വിഡ്ത്ത് നമ്മളിത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ബാൻഡ് വിഡ്ത്ത് എങ്ങനെയായിട്ട് മാറും, 2π ആയിട്ട് വരും. അതുപോലെ തന്നെ there are 2 സിഗ്നൽ കോമ്പണൻസ്. സോ ഈ 2 എണ്ണവും നമുക്ക് സെപ്പറേറ്റ് ഒന്ന് വരച്ച് നോക്കാം. സോ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ഈ ഫോമാണ്, എക്സ് ഓഫ് 1/2 x of e raised to j omega/2. ഓക്കെ. ഇത് ഞാൻ പറഞ്ഞു, ഇതിൽ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് എന്താണ്, ടോട്ടൽ 2π വരുന്നത് കൊണ്ട് ഇതിൻ്റെ ബാൻഡ് വിഡ്ത്ത് എങ്ങനെയാവും, ഇങ്ങനെ -π to π ആയിട്ട് സ്ട്രെച്ച് ആവും. അതേപോലെ തന്നെ ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് നേരെ 1/2 ആയിട്ട് മാറും. ഓക്കെ. സോ ഈ ഒരു സാധനത്തിൽ നമുക്ക് ഷിഫ്റ്റിംഗ് ഒന്നും വരുന്നില്ല, ഈ സെയിം സാധനം റിപ്പീറ്റ് ചെയ്ത് വരികയാണ് നമുക്കവിടെ ചെയ്യാം. പക്ഷേ സെക്കൻഡ് ഇക്വേഷൻ, ദാറ്റ് ഈസ് 1/2 x of e raised to j omega -2π/2. സോ ഇവിടെ -2π എന്ന് പറയുന്ന ഒരു ഷിഫ്റ്റിംഗ് നമുക്കവിടെ സംഭവിക്കുന്നുണ്ട്. സോ ഈ ഒരു ഷിഫ്റ്റിംഗ് നടക്കുന്നതുകൊണ്ട് തന്നെ ഈ സെയിം സിഗ്നലിനെ ഒന്ന് ഷിഫ്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് സെക്കൻഡ് കേസിൽ കിട്ടുക.
സോ നമുക്കിവിടെ ഒരു 2πയുടെ ഷിഫ്റ്റിംഗ് വരുന്നുണ്ട്. സോ അപ്പോൾ സംഭവിക്കുന്ന എന്താ, നമുക്കിവിടെ 0-ലുണ്ടായിരുന്ന ഈ ഒരു സെയിം സ്പെക്ട്രം ഷിഫ്റ്റ് ചെയ്തിട്ട് ഇവിടേക്ക് മാറും. സോ ഈ 2πയിലാണ് നമുക്ക് ആ സ്പെക്ട്രം വരിക. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ -2πയിൽ നമുക്ക് അടുത്ത സ്പെക്ട്രം വരും. സോ ഇങ്ങനെയുള്ള ഒരു സ്പെക്ട്രമാണ് നമുക്ക് സെക്കൻഡിൽ കിട്ടുക. സോ ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് രണ്ടും കൂടെ ഉള്ള ഒരു അഡീഷൻ ആണല്ലോ. സോ നമുക്ക് എന്ത് കിട്ടും, ഇതിൻ്റെ രണ്ടിൻ്റെയും കോമ്പിനേഷൻ ആയിട്ടായിരിക്കും നമുക്ക് എന്ത് വരിക, നമ്മുടെ ഫൈനൽ സിഗ്നൽ വരിക. സോ ഈ ഒരു സിഗ്നലാണ് നമുക്കവിടെ കിട്ടുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ദ സിഗ്നൽ ഫോർ d = 2. ഓക്കെ, ഇനി ഇതേ സമയത്ത് സെക്കൻഡ് കേസ് നമുക്കൊന്ന് എടുത്തു നോക്കാം. ഈ സെയിം സാധനത്തിൽ d = 3 ആണ് നമ്മളോട് എടുക്കുന്നത്. സോ d = 3 വരുന്ന സമയത്ത് നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറും, 1/3 summation k = 0 to 2 ആണ് നമുക്ക് വരിക. ദെൻ x of e raised to j omega -2πk / 3 നമുക്ക് വരും. ഓക്കെ, സോ നമ്മൾ ഈ സമ്മേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 3 ടേമുകൾ നമുക്ക് ഇവിടെ കിട്ടും അല്ലേ. k = 0, k = 1 ആൻഡ് k = 2. സോ ഇവിടുത്തെ കേസിൽ ഇവിടെ 2π ആണ് ഷിഫ്റ്റിംഗ് വരുന്നത്, ഇവിടെ 4π ഷിഫ്റ്റിംഗ് വരുന്നുണ്ട്. അതുപോലെ തന്നെ 1/3 ആണ് നമുക്കിവിടെ വരുന്നത്. സോ ബാൻഡ് വിഡ്ത്ത് എങ്ങനെ വരും, ബാൻഡ് വിഡ്ത്ത് ഇവിടെ d = 3 ആണെങ്കിൽ നമുക്ക് ടോട്ടൽ ബാൻഡ് വിഡ്ത്ത് പൈ ആണ് വരുന്നത്, നമുക്ക് 3π ആയിട്ടായിരിക്കും അവിടെ ബാൻഡ് വിഡ്ത്ത് വരിക. സ്ട്രെച്ച് ആവുന്നത് 3π ആയിട്ടായിരിക്കും. സോ ഈ സെയിം സാധനം നമുക്കിവിടെ 3 സിഗ്നൽസുകൾ വരുന്നുണ്ട്. ഈ 3 സിഗ്നൽസുകളും നമ്മൾ വരയ്ക്കണം അല്ലേ, എന്നിട്ട് അതിനെ ആഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. സോ ഈ 3 സിഗ്നലും ഞാനിവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് സിഗ്നൽ എന്ന് പറയുന്നത് ദിസ് വൺ. ഇതിൻ്റെ കേസിൽ ആംപ്ലിറ്റ്യൂഡ് എന്തായി, 1/3 ആയിട്ട് മാറി. കഴിഞ്ഞ കേസിൽ 1/2 ആയിരുന്നു നമുക്ക് d വന്നത്. ഇവിടെ d3 ആയതുകൊണ്ട് തന്നെ 1/3 ആയിട്ട് ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് റെഡ്യൂസ് ആവും. അതേ സമയത്ത് ഈ ബാൻഡ് വിഡ്ത്ത് കുറച്ചുകൂടെ സ്ട്രെച്ച് ആവും. ദാറ്റ് ഈസ് -3π/2 ടു 3π/2 ആയിട്ട് സ്ട്രെച്ച് ആയി. ഓക്കെ, സോ ഇതാണ് നമുക്ക് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത്. സെക്കൻഡ് ടേം നമ്മൾ എടുക്കുകയാണെങ്കിൽ എന്താ വരുന്നത്, ഇവിടെ നമുക്ക് 2π ആയിട്ട് ഷിഫ്റ്റിംഗ് നടക്കുന്നുണ്ട്. സോ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ സെയിം സിഗ്നൽ എങ്ങനെ മാറും, ഷിഫ്റ്റ് ചെയ്തിട്ട് 2πയിലേക്ക് വരും. ഈ സെയിം സിഗ്നൽ തന്നെ ഷിഫ്റ്റ് ചെയ്തിട്ട് 2πയിൽ വരും. ഇവിടെ -2πയിലും ഈ സാധനം ഉണ്ടാവും. സോ ആ ഒരു ഷിഫ്റ്റിംഗ് ആണ് സെക്കൻഡ് ടേമിൽ നടക്കുക. തേർഡിൽ നമുക്ക് എന്താ സംഭവിക്കുന്നത്, തേർഡിൽ 4π ഷിഫ്റ്റിംഗ് ആണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഈ സെയിം സിഗ്നൽ എവിടേക്ക് മാറും, 4πയിലേക്ക് നമുക്ക് മാറും. അതേപോലെ തന്നെ -4πയിലേക്കും ഷിഫ്റ്റിംഗ് നടക്കും. ഈ 3 സിഗ്നലുകളാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഇവിടെ കിട്ടുന്നത്. ഇതിനെ 3നെയും കൂടെ നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഫൈനലി വി വിൽ ബി ഗെറ്റിംഗ് ദിസ്. സോ ഇവിടെ ആഡിഷൻ നടന്ന സമയത്ത് നിങ്ങൾ നോക്കിയാൽ കാണാം, ഇത് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഇതുപോലെ ഓവർലാപ്പിംഗ് സംഭവിക്കുന്നുണ്ട്. സോ ഇത് നമ്മൾ ഓൾറെഡി കേട്ടിട്ടുണ്ട് ഈ സാധനം. ദിസ് ഇസ് നത്തിങ് ബട്ട് എലിയാസിങ്. ഓക്കെ, ഈ ഒരു എലിയാസിങ് സംഭവിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഏരിയയിലുള്ള സിഗ്നലുകളൊക്കെ നമുക്ക് റിട്രീവ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഡിയുടെ വാല്യൂയുടെ കൂടിയ സമയത്ത് എന്താ സംഭവിച്ചത്, ഈ ഏലിയാസിങ് സംഭവിച്ചു. ഏലിയാസിങ് സംഭവിച്ചപ്പോൾ നമുക്ക് സിഗ്നൽസ് ഡിസ്റ്റോർട്ടഡ് ആയി. സോ സിഗ്നൽസ് ഡിസ്റ്റോർട്ടഡ് ആവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഏലിയാസിങ് നമ്മൾ ഒഴിവാക്കണം. സോ ഏലിയാസിങ് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക, ഇവിടെ ഡിയുടെ വാല്യൂ നമുക്ക് ഇഷ്ടം പോലെ കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, ഒന്നുകിൽ നമ്മൾ ഡിയുടെ വാല്യൂ കൊടുക്കുകയാണെങ്കിൽ വി ഹാവ് ടു ഗിവ് എ ആൻറ്റി അലിയാസിങ് ഫിൽട്ടർ. അതാണ് നമ്മളിവിടെ നെക്സ്റ്റ് കാണുന്നത്, ആൻറ്റി അലിയാസിങ് ഫിൽട്ടർ. ആൻറ്റി അലിയാസിങ് ഫിൽട്ടറിൽ നമ്മൾ എന്താ ചെയ്യുക, ഇൻ ഓർഡർ ടു അവോയ്ഡ് ദ അലിയാസിങ് ദ ഇൻപുട്ട് സിഗ്നൽ ഷുഡ് ബി ബാൻഡ് ലിമിറ്റഡ് ടു π/d. π/d വെച്ചിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യണം, ബാൻഡ് ലിമിറ്റ് ചെയ്യണം. സോ അപ്പോൾ എന്ത് സംഭവിക്കും, നമ്മുടെ സിഗ്നല് ഈ π/dയുടെ ഫ്രീക്വൻസിയുടെ ഉള്ളിലുള്ള സിഗ്നലിനെ മാത്രം കടത്തി വിട്ടിട്ട് അതിൻ്റെ പുറമേയുള്ള സിഗ്നൽസുകളൊക്കെ എന്ത് ചെയ്യും, റിജക്റ്റ് ചെയ്യും. ആ സമയത്ത് നമുക്കവിടെ ആ അലിയാസിങ് എഫക്റ്റ് ഒഴിവാക്കാൻ പറ്റും. സോ ഇവിടുത്തെ കേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഡൗൺ സാമ്പിളിങ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു ആൻറ്റി അലിയാസിങ് ഫിൽട്ടർ നമ്മളവിടെ കൊടുക്കുകയാണ്. സോ നമുക്കുള്ള ആ ഒരു ഹയർ ഫ്രീക്വൻസീസ് ഒക്കെ എന്ത് ചെയ്യും, കട്ട് ചെയ്ത് പോയിട്ട് നമുക്ക് വേണ്ട ഒരു ഫസ്റ്റ് ടേം മാത്രം ഇത് കടത്തി വിടും. എന്നിട്ട് അതിനെ നമ്മൾ ഡൗൺ സാമ്പിൾ ചെയ്തിട്ട് കിട്ടുകയാണ് ചെയ്യുക. സോ ദാറ്റ് ഈസ് കോൾഡ് ആൻറ്റി അലിയാസിങ് ഫിൽട്ടേഴ്സ്. എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, വാട്ട് ഈസ് അലിയാസിങ് ആൻഡ് ആൻറ്റി അലിയാസിങ് ഫിൽട്ടേഴ്സ്. സോ ഇത് നിങ്ങൾക്ക് ഇതുപോലൊരു സിമ്പിൾ പ്രോബ്ലം വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും ബെറ്റർ. സോ ഇതാണ് ഡൗൺ സാമ്പിളിംഗ് ഇൻ മൾട്ടിറേറ്റ് DSP. സോ ഇത്രയാണ് ഈ ലെക്ചറിലുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.